ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ SSLC മാത്സിലെ ടാൻജൻസ് എന്ന് പറയുന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ കുറച്ച് കൺസെപ്റ്റ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഡ്രോയിങ് വരയ്ക്കാനുണ്ട് കേട്ടോ. അതായത് കുറച്ച് ചിത്രങ്ങൾ വരക്കുന്ന ഒന്ന് പഠിക്കണം. അത് ആ മോഡൽ ക്വസ്റ്റ്യൻ വരും, അപ്പോൾ അതും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കൺസെപ്റ്റുകൾ പറഞ്ഞുതരാം, അതിനുശേഷം നമുക്ക് വരക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു ടാൻജൻറ്റ് എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ഒരു സർക്കിൾ എടുക്കുകയാണ്. ഓക്കെ, ഇതൊരു റഫ് ഫിഗറാണ്. ഒരു സർക്കിൾ എടുക്കുകയാണ്. ആ സർക്കിളിലെ ഒരു പോയിന്റിനെ ജസ്റ്റ് ടച്ച് ചെയ്ത് വരക്കുന്ന വരനെയാണ് നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയുക. ടാൻജൻറ്റിനെ നമ്മൾ മലയാളത്തിൽ തൊടുവര എന്നാണ് പറയുക. ഓക്കെ, ഇനി ആദ്യം പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സർക്കിൾ എടുക്കുകയാണ്. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള ലെങ്ത്ത്, അതിനെ നമ്മൾ എന്ത് പറയും? റേഡിയസ് എന്ന് പറയും അല്ലേ. ഇനി അതുപോലെ സർക്കിളിൻ്റെ ഈ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ, അഥവാ രണ്ട് റേഡിയസുകൾ കൂടി ചേർന്നിട്ടുള്ള ഈ ലൈനിനെ നമ്മൾ പറയും ഡയമീറ്റർ. ആദ്യം പഠിക്കാനുള്ള ടോപ്പിക് ഇത്ര മാത്രമാണ്. ഒരു ടാൻജൻറ്റ് അഥവാ സർക്കിളിലൂടെ നമ്മൾ വരക്കുന്ന തൊടുവര റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പം റേഡിയസ് എങ്ങനെയാണെങ്കിലും അങ്ങനെയാണ് വരാം. അതായത് ഇപ്പം റേഡിയസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, കുറച്ച് കീറിപ്പോയിട്ടുണ്ട്, അത് കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ റേഡിയസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. നമ്മൾ ടാൻജൻറ്റ് വരക്കുകയാണെങ്കിൽ ഈ ടാൻജൻറ്റും ഈ റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അതെങ്ങനെ വരികയാണെങ്കിലും റേഡിയസും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയമീറ്റർ. സോ ഡയമീറ്ററും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചു നോക്കേണ്ടത്. രണ്ടാമതായിട്ട് നമ്മളൊരു സർക്കിളിൽ രണ്ട് റേഡിയസ് വരച്ചിട്ടുണ്ട്. ഇതും ഒരു റേഡിയസ് ആണ്, അതുപോലെ ഇതും ഒരു റേഡിയസ് ആണ്. ഇനി നമ്മൾ ഈ റേഡിയസിൻ്റെ ഏറ്റവും അറ്റത്തെ പോയിന്റിലേക്ക് P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഈ ഫോം ചെയ്തിട്ടുള്ള ഷേപ്പ് ഉണ്ടല്ലോ, അഥവാ ഈ രണ്ട് റേഡിയസും അതുപോലെ രണ്ട് ടാൻജൻസും നമ്മൾ വരച്ച ടൈമിൽ നമുക്ക് കിട്ടിയ ഈ ഷേപ്പിനെ നമ്മൾ പറയും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ചക്രീയ ചതുർഭുജം എന്ന മറ്റാന്ന് മലയാളത്തിൽ പറയാം. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇങ്ങനെയാണ് പറയാം. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം 4 ആംഗിൾസും ആഡ് ചെയ്താൽ നമുക്ക് 360 കിട്ടണം. സോ നമുക്കറിയാം ഒരു ടാൻജൻറ്റും റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഈ ടാൻജൻറ്റും ഈ റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളും 90 ഡിഗ്രിയാണ്. ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്താൽ ഇപ്പോൾ 180 ആയി. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ 4 ആംഗിൾസ് ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 360 കിട്ടണം. സോ ഇത് രണ്ട് ആഡ് ചെയ്താൽ 180 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്താലും 180 കിട്ടണം അല്ലേ, കാരണം 180 + 180 ആണ് 360. സോ അങ്ങനെയാണ് ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. അഥവാ രണ്ട് റേഡിയസുകൾക്കിടയിലുള്ള ആംഗിളും അതുപോലെ ഈ റേഡിയസുകളുടെ അവസാനത്തിലേക്ക് നമ്മൾ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരച്ചിട്ടുള്ള ടാൻജൻസിൻ്റെ ഇടയിലുള്ള ആംഗിളും, ഈ രണ്ട് ആംഗിൾസും ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 180 കിട്ടണം. ഓക്കെ, രണ്ട് റേഡിയസുകൾക്കിടയിലുള്ള ആംഗിളും അതുപോലെ ഈ റേഡിയസുകളുടെ അവസാനത്തിലേക്ക് P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരച്ച ടാൻജൻസിൻ്റെ ഇടയിലുള്ള ആംഗിളും, ഈ രണ്ട് ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് റേഡിയസുകൾക്കിടയിലുള്ള ആംഗിളിനെ X ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 180 - X. ഓക്കെ, 180യിൽ നിന്ന് ഈ ആംഗിൾ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ ആംഗിൾ അഥവാ രണ്ട് റേഡിയസുകൾക്കിടയിലുള്ള ആംഗിൾ നമുക്ക് 120 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 180 - 120 അഥവാ 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതിനി 130 ആണെങ്കിൽ ഇത് 50, അല്ലെങ്കിൽ ഇത് എന്താണ് ഒരു 140 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 40 ഡിഗ്രി. അങ്ങനെയാണ് വരിക. മനസ്സിലായല്ലോ? ഇത് രണ്ടും ആഡ് ചെയ്താൽ 180 കിട്ടണം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ചിലപ്പോൾ 1 വേർഡൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അഥവാ P എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമുക്കാകെ രണ്ട് ടാൻജൻസ് മാത്രമേ സർക്കിളിലേക്ക് വരക്കാൻ പറ്റുള്ളൂ. അഥവാ P എന്ന് പറയുന്ന എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് ആകെ രണ്ട് ടാൻജൻസ് മാത്രമേ നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. ഇത് ആലോചിച്ച് വെക്കാം. അതുപോലെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഈ രണ്ട് ടാൻജൻസിൻ്റെയും ലെങ്ത്ത് സെയിം ആയിരിക്കും. ഈ ലെങ്ത്തും സെയിം ആയിരിക്കും. അതും കൂടി ഒന്ന് ആലോചിച്ച് വെക്കാം. അടുത്ത കൺസെപ്റ്റിലേക്ക് കടക്കാം.
നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സർക്കിളിൻ്റെ കോഡാണ് അല്ലേ, ഡയമീറ്റർ അല്ല, കോഡാണ്. സെൻറ്ററിലൂടെ അല്ല പാസ് ചെയ്യുന്നത്, അല്ലാതെ വരക്കുന്ന രണ്ട് വശത്തെയും ടച്ച് ചെയ്ത് വരക്കുന്ന ലൈനെയാണ് കോഡെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ കോഡ് ആ സർക്കിളിലെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കും അതേ കോഡ് സർക്കിളിൻ്റെ മേജർ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അഥവാ സർക്കിൾ ഇപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ ഒരു കോഡ് സർക്കിളിൻ്റെ മേജർ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും അതേ കോഡ് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുക. ഇത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് 2x ആയിരിക്കും. അങ്ങനെ മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് ഇത് രണ്ട് റേഡിയസുകൾക്കിടയിലുള്ള ആംഗിളാണ്. അതുപോലെ ആ റേഡിയസുകളുടെ അവസാനത്തിൽ നിന്ന് വരച്ചിട്ടുള്ള രണ്ട് ടാൻജൻസ് ആണിത്. ഇപ്പോൾ പഠിച്ചത് പ്രകാരം ഈ രണ്ട് ആംഗിൾസും ആഡ് ചെയ്താൽ 180 കിട്ടണം. സോ ഈ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് 2x. അപ്പോൾ നമ്മളിവിടെ ഒരു രണ്ട് കാര്യം പഠിച്ചു അല്ലേ, സർക്കിൾസിൽ നിന്ന് പഠിച്ച കൺസെപ്റ്റും അതുപോലെ ഇപ്പോൾ നമ്മൾ ടാൻജൻസിൽ നിന്ന് പഠിച്ച കൺസെപ്റ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തു. ഇനി വേറൊരു രണ്ട് കൺസെപ്റ്റും കൂടെ പഠിക്കാനുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോഡ് താഴേക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മേജർ ആർക്കിൽ ആ കോഡ് എന്താണോ ആംഗിൾ ഉണ്ടാക്കുന്നത് അത് തന്നെയായിരിക്കും ആ കോഡ് ഈ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് വശത്തിലും ഉണ്ടാക്കുന്നത്. അതായത് ഇത് രണ്ടും എക്സ് ആയിരിക്കും. ഇനി നമുക്കറിയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇത് എക്സ് ആണ്, ഈ കുറച്ച് ആംഗിൾ ഇത് മുഴുവനായിട്ട് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 90 ഡിഗ്രി മൈനസ് എക്സ്. സോ നമ്മളിവിടെ രണ്ട് കൺസെപ്റ്റും കൂടി എക്സ്ട്രാ പഠിച്ചു. അതായത് ഈ കോഡിൻ്റെ താഴെയുള്ള രണ്ട് ആംഗിൾസും ഈ മേജർ ആർക്കിലുള്ള ആംഗിൾസ് തന്നെയായിരിക്കും. അതുപോലെ ഈ ട്രയാങ്കിളിൻ്റെ മറ്റ് രണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 90 ഡിഗ്രി മൈനസ് എക്സ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇത് ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു സർക്കിളാണ്. അതുപോലെ ഈ മുഴുവൻ ഷേപ്പ് എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ക്വാഡ്രിലാറ്ററൽ ആണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല, വെറും ക്വാഡ്രിലാറ്ററൽ ആണ് ഈ ഷേപ്പ്. ഇനി നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരക്കുന്ന രണ്ട് ടാൻജൻസ്, ആ രണ്ട് ടാൻജൻസിൻ്റെയും ലെങ്ത് സെയിം ആയിരിക്കും. സോ നമ്മൾ ഈ ടാൻജൻറ്റിൻ്റെ ലെങ്ത്തിനെ ഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ലെങ്ത്തും എന്തായിരിക്കും? ഡി ആയിരിക്കും. സർക്കിളിൽ മുട്ടുന്നത് വരെയുള്ള പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ ഇതും ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ രണ്ട് ടാൻജൻറ്റ് സർക്കിളിലേക്ക് വരച്ചിരിക്കുകയാണ്. ഇതൊക്കെ റഫ് ഫിഗർ ആണ്. അപ്പം അങ്ങനെ വരുമ്പം ഇത് എ ആണ്, അതുപോലെ ഇതും എ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും വരക്കുമ്പം ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടാവില്ല, ജസ്റ്റ് ഇത് ടച്ച് ചെയ്ത് പോവേ ഉള്ളൂ. റഫ് ഫിഗർ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടം വരെ എ ഉണ്ട്, പിന്നെ ഡി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടം വരെ ഡി ഉണ്ട്, പിന്നെ ഇവിടം വരെ സി ഉണ്ട്. ഇത് സി ആണെങ്കിൽ ഇതും സി ആയിരിക്കും, കാരണം ഒരു പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് അത് രണ്ടും സെയിം ആയിരിക്കും. സോ ഇതും എന്തായിരിക്കും? സി. അതുപോലെ ഒരു പോയിന്റിൽ നിന്ന് ഇതും രണ്ട് ടാൻജൻസ് ആണ്, അപ്പോൾ ഇത് രണ്ടിൻ്റെ ലെങ്ത് സെയിം ആയിരിക്കും. ഇത് ബി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? ബി ആയിരിക്കും. എന്നിട്ട് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? പെരിമീറ്റർ ചെയ്യണമെങ്കിൽ ഈ ലെങ്ത് ഒക്കെ ആഡ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അതായത് 2b പ്ലസ് 2c പ്ലസ് 2d പ്ലസ് 2a അല്ല, ഇവിടെയും എ ആയിരിക്കും. 2a ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് റഫ് ഫിഗർ വരക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലേക്കൊക്കെ എന്ത് വരക്കാണ്? ടാൻജൻറ്റ് ഇങ്ങനെ വരച്ച് വരുമ്പം ഒരു ക്വാഡ്രിലാറ്ററലാണ് കിട്ടുക. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വരക്കുന്നതുകൊണ്ട് ഒരുപാട് തെറ്റുണ്ടാവും. ഒരു ക്വാഡ്രിലാറ്ററൽ ഇരുന്നു. ഇത് നമ്മളോട് ഇത് 5 ആണ്, ഇത് 3 ആണ്, പിന്നെ ഇത് ഒരു 4 ആണ്, ഇതൊരു 6 ആണെന്നൊക്കെ തരികയാണ്. അപ്പോൾ നമുക്കറിയുന്ന കാര്യം എന്താ? ഒരു പോയിന്റിൽ നിന്ന് വരക്കുന്ന രണ്ട് ടാൻജൻറ്റ് ലെങ്ത് സെയിം ആണ്. സോ ഇത് 6 ആണെങ്കിൽ ഇതും 6 ആയിരിക്കും, ഇത് 5 ആണെങ്കിൽ ഇതും 5 ആയിരിക്കും, ഇത് 3 ആണെങ്കിൽ ഇതും 3 ആയിരിക്കും, ഇത് 4 ആണെങ്കിൽ ഇതും 4 ആയിരിക്കും. സോ പെരിമീറ്റർ ഓഫ് ക്വാഡ്രിലാറ്ററൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് ഇതെല്ലാം ആഡ് ചെയ്യാം. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 6 പ്ലസ് 6 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 4 എത്രയാ വരാ? 12, 10, 22, 6, 28, 8, 36. ഓക്കെ, അപ്പോൾ 36 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതിപ്പോൾ സെൻറ്റിമീറ്ററിലാണ് തരുന്നെങ്കിൽ 36 സെൻറ്റിമീറ്റർ ആയിരിക്കും പെരിമീറ്റർ. ഈ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് പഠിപ്പിച്ചു തന്നത്. ഇനി അടുത്തത് വളരെ ഈസി ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്, പക്ഷെ നിങ്ങളുടെ ഒരു ചെറിയ കൺഫ്യൂഷൻ കൊണ്ട് തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്. അഥവാ നമ്മൾ AB എന്ന് പറയുന്ന ഒരു കോഡ്, ആ കോഡിനെ എക്സ്റ്റെൻഡ് ചെയ്ത് P എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരച്ചു. അതുപോലെ ഈ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് തന്നെ ഒരു ടാൻജൻറ്റും വരച്ചു. ഓക്കെ, PC എന്ന് നെയിം ഇട്ട ഒരു ടാൻജൻറ്റും വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് PA ഇൻറ്റു PB ഈസ് ഈക്വൽ ടു PC സ്ക്വയർ. PA ഇൻറ്റു PB ഈസ് ഈക്വൽ ടു PC സ്ക്വയർ. അപ്പോൾ കൂടുതൽ പേരും തെറ്റിക്കുന്നത്, അപ്പോൾ ഇവിടെ നമുക്കൊരു 3 തരും, പിന്നെ ഈ ABൻ്റെ ലെങ്ത് ഒരു 4. ഒരു ഉദാഹരണം ഞാൻ തരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് PC കണ്ടുപിടിക്കാൻ പറയും, അഥവാ ഈ ടാൻജൻറ്റിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമ്മൾ കൂടുതൽ പേരും തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് PA ഇൻറ്റു AB എടുക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് PA എടുക്കുക, 3 ഇൻറ്റു PB എന്നാണ് വരുന്നത്. സോ നമുക്കിത് മുഴുവനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ 3 + 4 7. 3 ഇൻറ്റു 7 എത്രയാണ്? 21. അപ്പോൾ PC സ്ക്വയർ എന്ന് പറയുന്നത് 21 ആണ്. PC എന്ന് പറയുന്നത് √21 ആണ്. ഈ രീതിയിലാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അടുത്തത് ഫൈനലായിട്ട് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഇവിടെ നമ്മളൊരു സർക്കിൾ വരച്ചു, 3 റേഡിയസ് വരച്ചു. ആ റേഡിയസിലേക്കൊക്കെ ഓരോ പോയിന്റ്സിൽ നിന്നായിട്ട് 2 ടാൻജൻസ് വീതം വരച്ചിട്ടുണ്ട്. ഇങ്ങനെ വരച്ച് മുഴുവനായപ്പോൾ എന്താ ആയത്? ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് ഫോം ചെയ്തു. സോ ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു A + B + C, അതായത് 3 സൈഡും ആഡ് ചെയ്താൽ മതി. അപ്പോൾ 3 സൈഡ് ആഡ് ചെയ്യാന്ന് പറയുമ്പം ചിലപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ, അതായത് ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ കേസിൽ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ടാൻജൻറ്റിൻ്റെ ലെങ്ത് തരും. അപ്പോൾ ഇതും സെയിം ആണെന്ന് അറിയാം. അപ്പോൾ ഇതും സെയിം ആയിരിക്കും. അതുപോലെ ഇതും സെയിം ആയിരിക്കും. ഇതും സെയിം ആയിരിക്കും. അപ്പം നമുക്ക് ഇത് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ ഇതും ആ ഒരു രീതി, അതായത് ഇപ്പോൾ ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഇതും 5 ആയിരിക്കും. ഇവിടെ 3 തന്നിട്ടുണ്ടെങ്കിൽ ഇതും 3 ആയിരിക്കും. ഇവിടെ 4 തന്നിട്ടുണ്ടെങ്കിൽ ഇതും 4 ആയിരിക്കും. ആ രീതിയിൽ ആലോചിച്ചിട്ട് വേണം ഫൈനലി A + B + C എന്ന് പറയുമ്പം നമ്മളിത് മുഴുവനായിട്ട് A ആയിട്ട് എടുക്കുക, ഇത് മുഴുവൻ C, ഇത് മുഴുവൻ B. അങ്ങനെ ആഡ് ചെയ്താൽ നമുക്ക് പെരിമീറ്റർ കിട്ടും. ഇനി S എന്ന് പറയുന്നത് പെരിമീറ്ററിൻ്റെ പകുതി. ഓക്കെ, പെരിമീറ്ററിൻ്റെ പകുതി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പെരിമീറ്റർ A + B + C ആണ്, /2 ചെയ്താൽ മതി. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പം √S × S - A × S - B × S - C. അപ്പോൾ പെരിമീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ S കണ്ടുപിടിക്കാൻ √2 ചെയ്താൽ മതി. ഇനി ഒന്നും തന്നിട്ടില്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് പെരിമീറ്റർ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് S കണ്ടുപിടിക്കുക, എന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? S × S - A × S - B × S - C. അതിനെ റൂട്ടിലിടുക. ഓക്കെ, ഇനി ഫൈനലായിട്ട് ഒരു ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്. R ഈസ് ഈക്വൽ ടു A/S. അഥവാ ഈ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയനെ S കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. S എന്ന് പറയുന്നത് പെരിമീറ്ററിൻ്റെ പകുതി. പിന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ പഠിക്കാം. ഒരു 4 കൺസ്ട്രക്ഷനാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോമ്പസ്, പെൻസില്, സ്കെയില്, അതുപോലെ പ്രൊട്രാക്ടർ. ഈ 4 സാധനമാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, പെൻസിൽ ഷാർപ്പൺ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് പിക്ചർ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഡ്രോ എ ടാൻജൻറ്റ് ടു എ സർക്കിൾ. ഒരു സർക്കിളിലേക്ക് ടാൻജൻറ്റ് വരക്കാനുള്ള ചോദ്യമാണ്. ജസ്റ്റ് ടാൻജൻറ്റ് വരക്കുക, അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം. ഇത് ഈ രീതിയിലും ചോദിക്കാം. Draw a circle of radius 5 cm. Mark a point on it. Draw a tangent through the point. ഈ രീതിയിലും ചോദിക്കാം. 2 രീതിയിലും ചോദിച്ചാലും ടാൻജൻറ്റ് വരക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 5 cm. ഇങ്ങനൊരു ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ, ഈ ഡ്രോ ടാൻജൻറ്റ് സർക്കിൾ എന്ന മോഡൽ ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ സർക്കിൾ വരക്കാം. പക്ഷെ കൃത്യമായിട്ട് ഈ ചോദ്യത്തിൽ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 5 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ സ്കെയിലിൽ ആദ്യം തന്നെ കോമ്പസിൽ പെൻസിലൊന്ന് ഫിറ്റ് ചെയ്യുക. ശേഷം സ്കെയിലിൽ നമ്മളൊരു 5 cm എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കൃത്യം 5 cm എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സർക്കിൾ വരക്കാം. അതിനുശേഷം നമ്മൾ റേഡിയസ് അടയാളപ്പെടുത്തി കൊടുക്കുക ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട്.
എന്നിട്ട് 5 സെൻറ്റിമീറ്ററിന് എഴുതിയും കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമുക്ക് ടാൻജൻറ്റ് വരക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ റേഡിയസിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, റേഡിയസിനെ പുറത്തേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. റേഡിയസ് കുറച്ച് നീട്ടി വരക്കുക, കുറച്ച് മതി കേട്ടോ. ഇനി എന്ത് ചെയ്യുക, റേഡിയസിൻ്റെ ഏറ്റവും അറ്റത്തുള്ള വശമില്ല, റേഡിയസിൻ്റെ ഏറ്റവും അറ്റത്തുള്ള വശത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ പോയിന്റിലൂടെയാണ് നമുക്ക് ടാൻജൻറ്റ് വരക്കേണ്ടത്. ഇനി നമ്മൾ ഈ പോയിന്റിൽ കോമ്പസ് വെക്കാം. അതിനുശേഷം ചെറിയൊരു അളവ് എടുത്താൽ മതി, കുറച്ച് അളവിലെടുക്കുക. എന്നിട്ട് നമ്മൾ സെമി സർക്കിൾ വരക്കുക. ഓക്കെ, സെമി സർക്കിൾ വരച്ചു കൊടുക്കുക. ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സെമി സർക്കിളിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് മോർ ദാൻ ഹാഫ് എടുക്കുക, അതായത് ഈ സെൻറ്ററിനേക്കാളും കുറച്ച് അധികം എടുക്കുക. ശേഷം നമ്മൾ മുകളിലായിട്ട് ഒരു ആർക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതുപോലെ തായും അതേ അളവിൽ തന്നെ തായും വരക്കുക. ഈ അളവ് ചേഞ്ച് ചെയ്യാതെ തന്നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ വെക്കുക. ശേഷം ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ സ്കെയിൽ എടുക്കാം. ഒന്ന് കറക്റ്റ് ചെയ്യട്ടെ. ഇനി നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ഈ രണ്ട് ആർക്സ്, നമ്മൾ വരച്ചിട്ടുള്ള രണ്ട് ആർക്സ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, അത് രണ്ട് സൈഡിലും ഉണ്ട്. അതിനെ രണ്ടിനെയും ജോയിൻ ചെയ്തിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ടാൻജൻറ്റ് ഇവിടെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ കുറച്ച് നീളത്തിൽ അങ്ങ് വരച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ടാൻജൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ടാൻജൻറ്റ് വരക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് 5 സെൻറ്റിമീറ്ററിന് ഓർത്തിട്ട് നമ്മൾ 5 സെൻറ്റിമീറ്ററിൽ സർക്കിൾ വരച്ചു. പിന്നെ മാർക്ക് എ പോയിന്റ് ഓൺ ഇറ്റ്. അപ്പോൾ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഡ്രോ എ ടാൻജൻറ്റ് ത്രൂ ദ പോയിന്റ്. ആ പോയിന്റിലൂടെ ഒരു ടാൻജൻറ്റും വരച്ചു. ഈ രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ രീതിയിൽ ചോദിക്കുകയാണെങ്കിലും, അതായത് ഡ്രോ എ ടാൻജൻറ്റ് ടു എ സർക്കിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു റേഡിയസിൻ്റെ അളവൊന്നും ഇല്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ സർക്കിൾ വരക്കുക. ശേഷം ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പ് തന്നെ ചെയ്യാം. റേഡിയസിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, എന്നിട്ട് നമ്മളൊരു സെമി സർക്കിൾ വരക്കുക. അതിൻ്റെ മോർ ദാൻ ഹാഫ് എടുത്ത് രണ്ട് സൈഡിലും ആർക്ക് വരക്കുക. ഇപ്പുറത്തുനിന്ന് കൊടുക്കുക, അപ്പുറത്തുനിന്ന് കൊടുക്കുക. അങ്ങനെ ആർക്ക് വരച്ചതിന് ശേഷം അത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് ലൈൻ വരക്കുക. അതാണ് നമ്മുടെ ടാൻജൻറ്റ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പും മൂന്നാമത്തെ ടൈപ്പും കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 3ക്ക് പകരം നമ്പർ മാറ്റം വരും. അത് എങ്ങനെ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ ഇതേ നമ്പർ വരും, അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പറും വരും. സോ മെത്തേഡ് പഠിച്ചു നോക്കുക. ഏതൊരു നമ്പർ വന്നാലും ഇതേ മെത്തേഡാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, അതാണ് നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് സ്കെയിലിൽ എന്ത് ചെയ്യാം, 3 സെൻറ്റിമീറ്റർ എടുക്കാം. എടുത്തിട്ടുണ്ട്. സർക്കിൾ വരക്കാം. ഓക്കെ, ഇനി നമുക്ക് റേഡിയസ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി എന്താ പറയുന്നത്, മാർക്ക് എ പോയിന്റ് പി 6 സെൻറ്റിമീറ്റേഴ്സ് എവേ ഫ്രം ഇറ്റ് സെൻറ്റർ. ഫ്രം ഇറ്റ് സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ ദൂരെയുള്ള പി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. സോ കൂടുതൽ പേര് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഇവിടെ നിന്ന് 6 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരക്കും. അതല്ല ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫ്രം ഇറ്റ് സെൻറ്റർ. സോ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമ്മളൊരു പോയിന്റ് പി മാർക്ക് ചെയ്യേണ്ടത്. 6 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. എല്ലാം നമ്മൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ആൻസർ ചെയ്യുമ്പോൾ 6 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്. ഓക്കെ, ഇനി നമ്മളോട് പറയുന്നത് ഡ്രോ ദ ടാൻജൻസ് ടു ദ സർക്കിൾ ഫ്രം ദിസ് പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജൻസ് വരക്കാം. എത്ര ടാൻജൻസ് നമ്മൾ വരക്കാൻ പറ്റും? 2 ടാൻജൻസ് ആണ് പി എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമുക്ക് വരക്കാൻ പറ്റാം. അപ്പോൾ ടാൻജൻസ് വരക്കാനാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ മുഴുവൻ ലൈനിൻ്റെ മോർ ദാൻ ഹാഫ് എടുക്കുക. അപ്പോൾ ഇത് മുഴുവൻ ലൈനിൻ്റെ ലെങ്ത് 6 സെൻറ്റിമീറ്റർ ആണ്. മോർ ദാൻ ഹാഫ് എന്ന് പറയുമ്പം 3 സെൻറ്റിമീറ്ററിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കുക. ഓക്കെ, ഇവിടെ വരെ ആയിരിക്കും 3 സെൻറ്റിമീറ്റർ, കാരണം ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇത് മുഴുവൻ 6 സെൻറ്റിമീറ്റർ ആണ്. സോ ഇതും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ മോർ ദാൻ ഹാഫ് എന്ന് പറയുമ്പോൾ 3നേക്കാളും കുറച്ച് അധികം എടുക്കുക. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആർക്ക് വരക്കുക. മുകളിലും വരക്കുക, താഴെയും വരക്കുക. ഈ അളവ് ചേഞ്ച് ചെയ്യാതെ തന്നെ ഇപ്പുറത്ത് വെച്ചിട്ടും അതുപോലെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ 2 ആർക്സും
കൂട്ടിമുട്ടുന്ന ആ പോയിന്റ്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ജോയിൻ ചെയ്യാം. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർക്കിള് ഇങ്ങനെ എടുത്തിട്ട്, അതായത് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഈ പെൻസിൽ വെക്കുക. ഇത് ഇപ്പം കിട്ടി 2 ലൈൻ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ കോമ്പസും വെക്കുക. എന്നിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കൊടുക്കുക. നമ്മുടെ ടാൻജൻസ് വരക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഈ 2 സർക്കിൾസും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇതെങ്ങനെ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിലേക്ക് വേണം നമ്മൾ എന്ത് വരക്കാൻ, ടാൻജൻസ് വരക്കാൻ. ഓക്കെ, ഇത് ഇവിടെയാണ് കൂട്ടിമുട്ടുന്നത്, അവിടെ കുറച്ച് എക്സ്ട്രാ വന്നതാണ്. ഇതാണ് ശരിക്കും നമ്മുടെ മറ്റേ സർക്കിൾ. അപ്പം അതിൻ്റെ ഈ സർക്കിളും കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് മാർക്ക് ചെയ്യുക, അതിലേക്ക് ടാൻജൻറ്റ് വരക്കാം. അതുപോലെ ഇത് കൂട്ടിമുട്ടുന്നിടത്തേക്കും ടാൻജൻറ്റ് വരക്കാം. ഇതാണ് നമ്മുടെ ടാൻജൻറ്റ്. വേണമെങ്കിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. ലാസ്റ്റ് പറയുന്നുണ്ട് മെഷർ ദ ലെങ്ത് ഓഫ് ടാൻജൻറ്റ്. ടാൻജൻറ്റിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പറയുന്നുണ്ട്. സോ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ലെങ്ത്താണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 5.2 കുറച്ചധികം ഉണ്ട്. നമുക്ക് അപ്രോക്സിമേറ്റ്ലി 5.2 ആണ് ലെങ്ത് ഓഫ് ടാൻജൻറ്റ് വരാം. ഓക്കെ, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ലെങ്ത് ഓഫ് ടാൻജൻറ്റ് 5.2 സെൻറ്റിമീറ്റർ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നിരിക്കുന്ന റേഡിയസിൽ ഒരു സർക്കിൾ വരക്കുക. ശേഷം നമ്മൾ പറഞ്ഞിരിക്കുന്ന അളവിലൊരു പോയിന്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഈ ഫുൾ ലൈനിൻ്റെ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് മുകളിലും താഴെയും ഇങ്ങനെ ആർക്ക് വരക്കുക. 2 സൈഡിൽ നിന്നും അങ്ങനെ ചെയ്യുക. ശേഷം ഒരു ലൈൻ വരക്കുക. ഈ 2 ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റ് സെൻറ്റർ ആക്കി വെച്ച് ഈ സർക്കിളിൻ്റെ സെൻറ്റർ റേഡിയസ് ആയി എടുക്കുക. അതായത് ഇത് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു സർക്കിൾ വരക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സർക്കിൾ വരക്കാം. ഈ 2 സർക്കിളും കൂട്ടിമുട്ടുന്ന പോയിന്റ് അടയാളപ്പെടുത്താം. പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ആ പോയിന്റിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അത് ടാൻജൻ്റായി. പിന്നെ നമ്മൾ ഈ ഒരു അളവ് എടുത്തു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ടാൻജൻറ്റ് കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ നോക്കാം. അടുത്ത കൺസ്ട്രക്ഷൻ നോക്കാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി വിത്ത് ഓൾ ഇറ്റ്സ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. ഓക്കെ, ഇവിടെ ഓൾ ഇറ്റ്സ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിക്കാതെ ഇൻ സർക്കിൾ ആണ്. കാരണം ഇൻ സർക്കിൾ എന്ന് പറയുമ്പം സർക്കിൾ ഉള്ളിലാണ്. സോ ട്രയാങ്കിളിൻ്റെ ഉള്ളിലായിരിക്കും സർക്കിൾ ഉണ്ടാവുക. ഇവിടെയാണ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഒക്കെ സർക്കിളിനെ ടച്ച് ചെയ്യുക. ഇത് നമ്മുടെ സർക്കം സർക്കിൾ ആണെങ്കിലോ, സർക്കം സർക്കിൾ എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ഉള്ളിലായിരിക്കും, സർക്കിൾ പുറത്തായിരിക്കും. ഇങ്ങനത്തെ കേസിൽ ട്രയാങ്കിളിൻ്റെ വേർട്ടീസസ് ആയിരിക്കും സർക്കിളിനെ ടച്ച് ചെയ്യുക. സോ നമ്മുടെ ഓൾ ഇറ്റ് സൈഡ്സ് എന്ന് പറയുമ്പം സൈഡ്സ് ടച്ച് ചെയ്യുന്നത് ഇൻ സർക്കിളിലാണ്. സോ നമുക്കിപ്പോൾ വരക്കേണ്ടത് ഇൻ സർക്കിളാണ്. ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ വരക്കാൻ പഠിക്കുന്നത് ഇൻ സർക്കിളിനെ പറ്റിയിട്ടാണ്. സോ അതെങ്ങനെയാണ് വരക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. ഫസ്റ്റ് തന്നെ നമുക്ക് റേഡിയസ് 3 സെൻറ്റിമീറ്റർ ഉള്ളൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കോമ്പസിൽ പെൻസിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 3 സെൻറ്റിമീറ്റർ എടുക്കാം. ഓക്കെ, പിന്നെ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടയാളപ്പെടുത്താം കേട്ടോ. ഫസ്റ്റ് തന്നെ റേഡിയസ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്. ഇത് സ്കെയിൽ വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്രാക്ടർ എടുക്കുക. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ആംഗിൾസ് എന്താണ്? 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻസർക്കിൾ ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇൻസർക്കിൾ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ആംഗിൾസിനെ 180ൽ നിന്ന് മൈനസ് ചെയ്യുക. സോ 180 മൈനസ് 50 ഡിഗ്രി, 180 മൈനസ് 60 ഡിഗ്രി, 180 മൈനസ് 70 ഡിഗ്രി. ഇത് ഫസ്റ്റിൽ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സോ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ 180 മൈനസ് 50 ഡിഗ്രി എന്ന് പറയുമ്പോൾ 130 വരും. അതുപോലെ 180 മൈനസ് 60 എന്ന് പറയുമ്പം 120 ഡിഗ്രി വരും. 180 മൈനസ് 70 ഡിഗ്രി എന്ന് പറയുമ്പം 110 ഡിഗ്രി വരും അല്ലേ. ഇത് നമുക്ക് കിട്ടിയ ആംഗിൾസാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ എടുക്കുക.
ഈ ലൈന് സർക്കിളിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ, ഇങ്ങനെയുള്ള ലൈന് സർക്കിളിൻ്റെ റേഡിയസിലൂടെ കടന്നു പോകുന്ന രീതിയിൽ ഈ രീതിയിലാണ് വെക്കേണ്ടത്. ശേഷം നമ്മൾ 130 ഡിഗ്രിയാണ് അടയാളപ്പെടുത്തുക. ഇപ്പുറവും 130 ഉണ്ട്, അത് നമ്മൾ അടയാളപ്പെടുത്തരുത്. കാരണം 90 ഡിഗ്രി വെച്ചാൽ ഇങ്ങനെ വരണം അല്ലേ. അപ്പോൾ 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ് 130. സോ 130 എപ്പോഴും ഇപ്പുറമുള്ളതാണ് അടയാളപ്പെടുത്തേണ്ടത്. ശേഷം നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് റേഡിയസിലേക്ക് അതിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. അത് ഇനി അടുത്ത ആംഗിൾ നമ്മൾ എടുക്കുമ്പോൾ അത് ഈ നമുക്കിപ്പോൾ കിട്ടിയ ലൈനിൽ, നമ്മളിപ്പോൾ വരച്ച ലൈന് അവിടെ വെച്ചിട്ട് വേണം അടുത്ത ആംഗിൾ എടുക്കാൻ. അടുത്ത ആംഗിൾ 120 ഡിഗ്രി. നമ്മൾ 120 ഡിഗ്രി നേരത്തെ പറഞ്ഞ തന്നെ ആ ലൈനിന് കണക്കായിട്ട് ഈ ലൈന് വെക്കുക. നടുക്ക് സെൻറ്ററിൽ ഈ ഒരു ഇത് വരണം ലൈന്. ഓക്കെ, ആ രീതിയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം 120 ഡിഗ്രി ഇപ്പുറത്താണ് അടയാളപ്പെടുത്തേണ്ടത്. അതും നമ്മൾ സ്കെയിൽ വെച്ച് വരക്കാം. രണ്ട് ആംഗിൾസ് അടയാളപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ 110 ആയിരിക്കും കേട്ടോ. അടുത്ത ആംഗിൾ തന്നെ ആയിരിക്കും മൂന്നാമത്തെ ആംഗിൾ. സോ ഇത് 130, ഇത് 120, ഇത് 110, അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ടാൻജൻറ്റ് വരക്കണം. അതിന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പ്രൊട്രാക്ടർ എടുക്കാം. നമുക്കറിയാം ടാൻജൻറ്റും റേഡിയസും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ നമ്മൾ പ്രൊട്രാക്ടർ എടുക്കാം. എന്നിട്ട് 90 ഡിഗ്രി എന്നുള്ളത് ഈ ഒരു 90 ഡിഗ്രി കണ്ടോ, ഇതവിടെ 90 ഡിഗ്രി കണ്ടോ, അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് 90 ഡിഗ്രിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരണം. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ മുകളിൽ കൊണ്ടുപോകാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലെ കിട്ടുള്ളൂ. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ വരച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വരക്കാം. 90 ഡിഗ്രി ഉണ്ടാക്കി വരച്ചാൽ നമ്മൾ ടാൻജൻ്റായി. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തും ചെയ്യാം, എല്ലാ സൈഡിലും ചെയ്യാം. ഇതിനൊന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് വേണം. അതുപോലെ നമ്മൾ എല്ലാ സൈഡിലും ചെയ്യാം. 90 ഡിഗ്രി വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് അതുപോലെ മുകളിലേക്ക് കൊണ്ടുവരാം. ശേഷം നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇത് കുറച്ചും കൂടി ഒന്ന് ശരിയാക്കാനുണ്ട്. അപ്പം ഇനി ഈ മെത്തേഡ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഫസ്റ്റ് പറഞ്ഞ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ, നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ടാൻജൻറ്റ് വരയ്ക്കുന്ന രീതി ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് കിട്ടും. ഇങ്ങനെ വരക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് നമുക്കൊരു ചെറിയ തെറ്റ് പറ്റിയാൽ നമ്മുടെ ഇത് മൊത്തം പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. മറ്റേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ ഞാൻ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കാണിച്ചു തരുന്നത്. എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഇവിടെ തട്ടും. സോ നമുക്ക് ഇതൊന്ന് ഇറേസ് ചെയ്യാം. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തൊരു ട്രയാങ്കിൾ ഉണ്ടാക്കണം. ഇതിൻ്റെ മുകളിലേക്ക് വരും. സോ നിങ്ങൾ വരക്കുമ്പോൾ കുറച്ച് താഴോട്ട് വരക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ബുദ്ധിമുട്ടില്ലാണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ, പുറത്തോട്ട് വരച്ച ട്രയാങ്കിൾ. നമ്മൾ റഫ് ഫിഗറിൽ വരച്ചപ്പോൾ എങ്ങനെയായിരുന്നു, സർക്കിളിൻ്റെ പുറത്തിലൂടെ ട്രയാങ്കിൾ. അത് തന്നെയാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എത്രയാണ്, 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. ഇത് ഏത് കൺസെപ്റ്റിലാണ് വരുന്നത്, ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്ത്, ഇത് ടാൻജൻ്റ് ആണ്, ഇതും ടാൻജൻ്റ് ആണ്, ഇതും ഒക്കെ ടാൻജൻ്റ് ആണല്ലേ. അപ്പോൾ രണ്ട് ടാൻജൻസിനിടയിലുള്ള ആംഗിളും രണ്ട് റേഡിയസുകൾക്കിടയിലുള്ള ആംഗിളും ആഡ് ചെയ്താൽ 180 കിട്ടും. ആ ഒരു കൺസെപ്റ്റിലാണ് ഇത് വരുന്നത്. ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 70 ഡിഗ്രി. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ 60 ഡിഗ്രി. ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ 50 ഡിഗ്രി. അപ്പോൾ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ വരക്കേണ്ടത്. ഫസ്റ്റ് സർക്കിൾ റേഡിയസിൽ വരക്കാം. ശേഷം നമുക്ക് തന്നിട്ടുള്ള ആംഗിളിന് 180 ആ ആംഗിൾ മൈനസ് ചെയ്തിട്ടുള്ള അളവെടുക്കുക. അതിനെ പ്രൊട്രാക്ടറിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി വരിക. അപ്പോൾ ഇത് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടെ വെച്ചിട്ട് അടയാളപ്പെടുത്താം. രണ്ട് ആംഗിൾസ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞാൽ 90 ഡിഗ്രി എടുത്ത് ടാൻജൻറ്റ് വരക്കാം. ഇവിടെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആർക്ക് വരച്ചിട്ട് ടാൻജൻറ്റ് വരക്കുന്ന മെത്തേഡും യൂസ് ചെയ്യാം. അതാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. മനസ്സിലായല്ലോ. ലാസ്റ്റ് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസും കൂടി അടയാളപ്പെടുത്താൻ മറന്നു പോയത്. അതാണ് ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി ഇത് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ടൈപ്പ് കൺസ്ട്രക്ഷൻ, ഡ്രോ ദ ട്രയാങ്കിൾസ് വിത്ത് സൈഡ്സ് 3 cm,
4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആൻഡ് ഡ്രോയിസ് ഇൻ സർക്കിൾ. ഇവിടെ ഇൻ സർക്കിൾ എന്ന് എടുത്ത് പറയും, അതുകൊണ്ട് പ്രത്യേകിച്ച് പഠിക്കാമെന്നില്ല. ഇൻ സർക്കിൾ എന്ന് വെച്ചാൽ എന്താ, ഉള്ളിൽ സർക്കിൾ വരണം, പുറത്ത് ട്രയാങ്കിൾ വരണം, അതാണ് സംഭവം. അപ്പോൾ ആദ്യം പറയുന്നത് സൈഡ്സ് 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലെങ്ത്ത് താഴെ എടുക്കുക. ഞാനിപ്പോൾ 5 സെൻറ്റിമീറ്റർ താഴെ എടുക്കുകയാണ്. ഓക്കെ, ആദ്യം തന്നെ 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഒന്ന് വരച്ചു കൊടുക്കാം. ശേഷം നമ്മൾ കോമ്പസ് എടുക്കാം, എന്നിട്ട് കോമ്പസിൽ പെൻസിൽ അറ്റാച്ച് ചെയ്യുക. ശേഷം നമ്മൾ ഇതിൽ ഞാൻ ഫസ്റ്റ് 4 സെൻറ്റിമീറ്റർ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ എടുക്കാം. എന്നിട്ട് നമ്മൾ കോമ്പസ് ഇവിടെ വെച്ച് ഇതിങ്ങനെ ആർക്കാക്കിയിട്ട് വരച്ചു കൊടുക്കുക. ആ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് നമ്മളിങ്ങനെ ആർക്ക് വരച്ചു കൊടുക്കേണ്ടത്. ഇനി അടുത്ത നമുക്ക് 3 സെൻറ്റിമീറ്റർ എടുക്കാം. 3 സെൻറ്റിമീറ്റർ എടുത്തിട്ടും ഇതുപോലെ തന്നെ ചെയ്യണം. ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാമിന് സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ചെയ്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇപ്പുറത്തെ ഇവിടെ നിന്നാണ്, ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇതുപോലെ ആർക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂട്ടിമുട്ടുന്നിടത്തേക്ക് വരക്കാം. ഈ 2 പോയിൻറ്റ്സും കൂട്ടിമുട്ടുന്നിടത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. ഫസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തിയ ലൈന് 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മളോട് പറയുന്നത് ഡ്രോയിറ്റ്സ് ഇൻ സർക്കിൾ വരക്കാനാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കോർണറിൽ വെച്ചിട്ട് ഓരോ കോർണറിലും നമ്മളിങ്ങനെ ഒരു ആർക്ക് വരച്ചു കൊടുക്കുക. 2 കോർണറിൽ മതിയാവും. താഴത്തെ 2 കോർണർ എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. 2 കോർണർ എടുത്തിട്ട് അതിലിങ്ങനെ ആർക്ക് വരച്ചു കൊടുക്കുക. ശേഷം ഈ ആർക്കിൻ്റെ ഒരു ലെങ്ത്ത് ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതിൻ്റെ മോർ ദാൻ ഹാഫ് എടുക്കാം. ആർക്കിൻ്റെ ഫുൾ ലെങ്ത്തിൻ്റെ കുറച്ചിട്ട് എടുത്താൽ മതി, അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാണ് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മോർ ദാൻ ഹാഫ് എന്ന് പറയുമ്പോൾ ആർക്കിൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുക്കുക. ശേഷം ആർക്ക് വരക്കുക. അതുപോലെ ഇപ്പുറത്തുനിന്ന് വരക്കാം, അളവ് മാറ്റാതെ തന്നെ ചെയ്യാം. ഇതൊക്കെ കുറച്ച് ടൈം കൺസ്യൂമിങ് സംഭവമാണ്, അതുകൊണ്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മോർ ദാൻ ഹാഫ് ചെയ്യണം. ആദ്യം ഞാൻ ഇത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂട്ടിമുട്ടുന്നിടത്തുനിന്ന് ട്രയാങ്കിളുടെ കോർണറിലേക്ക് ഇങ്ങനൊരു വര വരക്കാം. ഓക്കെ, ഇനി അതുപോലെ ഇപ്പുറത്തെ സൈഡത്തെയും ആർക്കിൻ്റെ മോർ ദാൻ ഹാഫ് എടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്താം, ഇപ്പുറത്തും അടയാളപ്പെടുത്താം. അത് രണ്ടും കൂട്ടിമുട്ടുന്നിടത്തേക്ക് ഇങ്ങനെ കോർണറിൽ നിന്ന് വരക്കാം. കുറച്ച് വ്യത്യാസത്തിലാണ് വന്നത്, ഞാൻ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വരക്കട്ടെ. ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വരക്കുകയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ 2 ലൈൻസും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് നമുക്ക് ആവശ്യം. നമ്മൾ എന്ത് ചെയ്യുക, ഇത് സെൻറ്റർ ആക്കി എടുക്കുക. ഈ 2 ലൈൻസും കൂട്ടിമുട്ടുന്നതിനെ സെൻറ്റർ ആക്കി കോമ്പസ് അവിടെ വെക്കുക. ശേഷം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പെൻസിൽ നീക്കുക. അതായത് ഇപ്പോൾ ഈ ഒരു സൈഡിലേക്കാണ് ഞാൻ സൈഡ് ടച്ച് ചെയ്യുന്ന രീതിയിൽ പെൻസിൽ എടുത്തു. ശേഷം നമുക്കൊരു സർക്കിൾ വരക്കാം. ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് വരയ്ക്കുന്ന പോലെ നോക്കുക ശരിയാവുമോ എന്നുള്ളത്. കുറച്ചൊന്ന് കാൽക്കുലേഷന് ശേഷം വരച്ചാൽ മതി. ഓക്കെ, ശരിക്കും ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വരക്കാം. വരക്കുമ്പോൾ ഈ സൈഡ് മാത്രം കുറച്ചധികം വന്നു. സോ നമ്മൾ അത് എന്ത് ചെയ്യാം, ചെറിയ വ്യത്യാസമൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പെൻസിൽ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ആ ചെറിയ വ്യത്യാസമൊന്നും വലിയ കുഴപ്പമായിരിക്കില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് എന്തായി ഇൻ സർക്കിൾ കിട്ടി. സോ ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ. ഫസ്റ്റ് ഒരു അളവ് താഴെ വരക്കുക, പിന്നെ നമ്മൾ കോമ്പസ് എടുത്തിട്ട് വേണം ബാക്കിയുള്ള അളവുകൾ എടുത്ത് ആർക്ക് വരക്കാൻ വേണ്ടിയിട്ട് അതിനെ ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ ആക്കുക. ശേഷം ട്രയാങ്കിളിൻ്റെ 2 കോർണേഴ്സിൽ ഇങ്ങനെ ഒരു വലിയ ആർക്ക് വരച്ചു കൊടുക്കുക. അതിൻ്റെ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇങ്ങനെ ഈ 2 ആർക്സ് അപ്പുറം ഇപ്പുറം വരച്ചു കൊടുക്കുക. ശേഷം അതിനെ ഈ കോർണറിൽ നിന്ന് അതിൻ്റെ ഈ ഒരു 2 കൂട്ടിമുട്ടുന്ന ആ പോയിന്റിലേക്ക് ഇങ്ങനെ വരക്കുക. അത് 2 ഭാഗത്തും ചെയ്യുമ്പം ആ 2 ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റിനെ സെൻറ്റർ ആക്കി എടുത്ത്
ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൽ നിന്ന് കുറച്ചിട്ട് എടുക്കണം. അതായത് ഇപ്പം ഇങ്ങനെ എടുക്കണ്ട, കൃത്യം സൈഡിൽ തന്നെ എടുക്കണ്ട, കുറച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഒരു ഇത്തിരി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വരക്കുക. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. വലുതായിട്ട് മിസ്റ്റേക്ക് വന്നെങ്കിൽ മാത്രമേ മാറ്റി വരക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കൺസ്ട്രക്ഷനും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിന് വരക്കാൻ കിട്ടുള്ളൂ. ഇതൊരുപാട് തെറ്റ് വരും, അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ എക്സാമിന് നമുക്ക് ടൈമിനുള്ളിൽ തീർക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് വെറുതെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സാം നിങ്ങൾക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് തെറ്റൊന്നും വരാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കൺസ്ട്രക്ഷനും കൺസെപ്റ്റും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്